ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ നിമിഷം ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ യൂണിക്കോൺസ് നൽകുന്ന മെസ്സേജ് എന്താണെന്നാണ്. യൂണിക്കോൺസ് ഇസ് എ സെലസ്റ്റിയൽ ബീയിങ് ആണ് കേട്ടോ. അവർ നമ്മുടെ ഒരു ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവജാലങ്ങളല്ല, ഹയർ ഡയമെൻഷനിൽ ജീവിക്കുന്ന ബീയിങ്സിനെയാണ്. അതിലൊന്നാണ് നമ്മുടെ യൂണിക്കോൺസ് എന്ന് പറയുന്നത്. ഏഞ്ചൽസിന് സമാനമാണ് അവരുടെ മെസ്സേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് യൂണിക്കോൺസ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ലിസണിങ്. ഓക്കെ, നിങ്ങളുടെ ലിസണിങ് സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞേക്കാണ്. ചിലർക്കെങ്കിലും നിങ്ങൾ ജോബിലൊക്കെ ആണെങ്കിൽ, സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിതാ ഒരു മെസ്സേജ് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ കേൾവി വർദ്ധിപ്പിക്കുക, കൂടുതൽ കേൾക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ക്ലയൻസ് എന്താണ് ആവശ്യപ്പെടുന്നത്, എന്താണ് അവർക്ക് വേണ്ടത് ഇല്ലേ? അവരെ ക്ലയൻസിനെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലേ നിങ്ങൾക്ക് ജോബിൽ പുരോഗമിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടത് എന്താണ്, ഇതെല്ലാം നിങ്ങൾ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ കാര്യം എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അതിന് കേൾക്കുക, എന്താണ് അവർ പറയുന്നത്, അവർക്ക് എന്താണ് വേണ്ടതെന്ന് ലിസൺ ചെയ്യുക, അത് മനസ്സിലാക്കാൻ പറയുകയാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനും കൂടെ ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് മെസ്സേജ് തരികയാണ്. യൂണിക്കോൺസ് പറയുകയാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം അടുത്ത ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാനിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കാര്യം എന്നുള്ളത്. സോ അതിനെ കേൾക്കുക, ലിസൺ ചെയ്യുക. നിങ്ങളുടെ ഓഫീസിലായിരുന്ന പോലും ഇപ്പോൾ കരിയറിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ, ജോബിൽ സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ കേൾവി അത് കൂട്ടാനാണ് പറയുന്നത്. ഒബ്സർവേഷൻ സ്കില്ല് അല്ലെങ്കിൽ ലിസണിങ് സ്കില്ല് കൂട്ടാനായിട്ട് പറയുക. തിരിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കാനും കൂടെ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു മെസ്സേജ് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഫെദർ മാത്രമല്ല, ആരെങ്കിലും ഫെദർ കാണുന്നുണ്ടെങ്കിൽ അതൊരു സൈനായിട്ട് എടുക്കുക. തൂവൽ പ്രകൃതിയുടെ ഒരു അടയാളമാണ് അല്ലേ? നിങ്ങളെപ്പോഴെങ്കിലും ഏതെങ്കിലും പക്ഷികളുടെ തൂവൽ നിങ്ങളുടെ നടക്കുന്ന വഴിയിലോ അല്ലെങ്കിൽ പരിസരത്തോ അല്ലെങ്കിൽ പറന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൈൻ കിട്ടുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഏഞ്ചൽസ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ട് ഫെദറൊക്കെ കാണുകയാണെങ്കിൽ അതൊരു സൈനായിട്ട് നിങ്ങൾ എടുക്കണം. ഇത് തന്നെയാണ് ഓവറോൾ മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏഞ്ചൽസ് അടുത്ത് നിൽക്കുകയാണ്. യൂണിക്കോൺസിൻ്റെ എനർജീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്ത് നിൽക്കുകയാണെന്നാണ് മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ റീഡിങ് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഏഞ്ചൽസിനും യൂണിക്കോൺസിനും കമൻറ്റ് ബോക്സിൽ താങ്ക്സ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ താങ്ക് യു ഏഞ്ചൽസ്. ഇങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ട ദേവത ആരാണോ പേര് പറഞ്ഞുകൊണ്ട് തന്നെ താങ്ക്സ് കൂടെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.